പേര് ഐശ്വര്യ ബാബു. ഞാൻ കോട്ടയം ജില്ലയിലെ മൂലയുടെ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ 2024 നവംബർ 10-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. 2022 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്തു. അപ്പം എനിക്ക് മാതാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും പിന്നെ എനിക്ക് നല്ലതായിട്ട് ദേഷ്യം വരികയും ഞാൻ മാതാവിനെ വിശ്വാസമില്ല, എനിക്ക് മാതാവിനെ വേണ്ടെന്ന് വരെ പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തടസ്സങ്ങൾ വരികയും അമ്മ പറഞ്ഞു നീ മാതാവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തതെന്നൊക്കെ പറയുകയും പിന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ എടുത്തത്. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ വെള്ളം കൂടുതലും കുഞ്ഞിന് എനിക്ക് ഷുഗർ ഉള്ള കാരണം കുഞ്ഞിന് ചിലപ്പോഴാണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ വൈകല്യങ്ങൾ വല്ലതും കാണുമെന്ന് പറഞ്ഞു. കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നു. ജനുവരി 11-ാം തീയതി എനിക്കൊരു ആൺകുഞ്ഞ് പിറന്നു. കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ രണ്ടാമത് എടുത്തത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മയുടെ കുപ്പിച്ചില് കൊണ്ട് കാല് പഴുത്ത് അമ്മയ്ക്ക് ഷുഗർ കൂടുതലായിരുന്നു. 450 ഉണ്ടായിരുന്നു ഷുഗർ. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പേടിക്കണ്ട, നമുക്ക് മാതാവ് അമ്മേനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം ഞാൻ അമ്മയുടെ കാലയിൽ സ്ഥിരം പുരട്ടുകയും കാല് പഴുത്ത ഭാഗത്ത് ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ നല്ല മാറ്റമുണ്ട്, കുഴപ്പമില്ല, ഷുഗർ നോർമൽ ആവുകയും ചെയ്തു. ഷുഗർ നോർമലായി. ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മയോട് പറഞ്ഞു കാല് പൂർണ്ണമായിട്ട് കരിഞ്ഞു. അമ്മ എന്നോട് ചോദിച്ചു നിനക്കിപ്പോൾ മാതാവിനെ വിശ്വാസമായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസമായി. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കുഞ്ഞ് രാവിലെ വയറ്റിലായിരുന്നപ്പോഴത്തേക്ക് കൃത്യം 5:30 ആകുമ്പോഴത്തേക്ക് രാവിലെ ഞാൻ ഇരുന്നേക്കുന്ന കൂടെ കുഞ്ഞ് വയറ്റിലുള്ളവർ എഴുന്നേറ്റ് അനങ്ങുമായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിലും കുഞ്ഞ് 5:30 ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ഒരിക്കലും കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് അച്ഛൻ ധ്യാനം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെന്ന് പറയുകയും എനിക്ക് കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പെട്ടെന്നൊരു സന്തോഷം